ക്ലാസ്മേറ്റ്സിലെ റസിയ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് രാധിക. 1992 പുറത്തിറങ്ങിയ വിയറ്റ്നാം കോളനി എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് രാധിക ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമാകാൻ നടിക്ക് സാധിച്ചിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം രാധിക അഭിനയിച്ച് 2023 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആയിഷ. ഈ സിനിമയിൽ മഞ്ജു വാര്യർ ആയിരുന്നു നായികയായി എത്തിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജുവിനൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് സന്തോഷം നൽകിയ കാര്യമായിരുന്നുവെന്ന് പറയുകയാണ് രാധിക. സ്ക്രീനിൽ കണ്ട് ആരാധിച്ചിരുന്ന മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന ഒരു ആകാംക്ഷയുണ്ടായിരുന്നുവെന്നും നടി പറഞ്ഞു. ഒരു സിനിമാ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാധിക മനസ്സ് തുറന്നിരിക്കുന്നത്. ഒരു ബ്രേക്കിന് ശേഷം മഞ്ജു ചേച്ചിക്കൊപ്പമുള്ള സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ഒപ്പം അനുഗ്രഹീതവുമാണ്. നമ്മളെല്ലാം സ്ക്രീനിൽ കണ്ട് ആരാധിച്ചിരുന്ന മഞ്ജു ചേച്ചിക്കൊപ്പം അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി കൂളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കംഫർട്ടബിളുമായിരുന്നു. ബ്രേക്കിന് ശേഷം അഭിനയിക്കുന്നതിൻ്റെ വേവലാതി ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് അപ്പോൾ എന്നെ നോക്ക് എന്നായിരുന്നു. അതുതന്നെയല്ലേ നമ്മുടെ എല്ലാം പ്രചോദനം. എൻ്റെ സീനുകൾ മുഴുവനും ചേച്ചിക്കൊപ്പമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു, രാധിക പറഞ്ഞു. തുടക്കം മുതൽക്കുള്ള എൻ്റെ കരിയർ എടുത്തു നോക്കിയാൽ ചെറിയ ബ്രേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതൊന്നും പ്രതീക്ഷിച്ചതല്ലെന്നും നടി അഭിമുഖത്തിൽ പറയുന്നു. നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തിയാലും സാധ്യതകൾ അനുകൂലമായാലും ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമാകുമെന്നും രാധിക കൂട്ടിച്ചേർത്തു. മനഃപൂർവ്വമല്ലാതെ തുടക്കം മുതൽ എൻ്റെ കരിയർ എടുത്തു നോക്കിയാൽ ചെറിയ ബ്രേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും പ്രതീക്ഷിച്ചതല്ല. ഞാൻ സിനിമ ചെയ്യില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി തുടർച്ചയായി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കാറുള്ളത്. നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തിയാൽ സാധ്യതകളെല്ലാം അനുകൂലമായാൽ ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമാകും. എനിക്ക് സിനിമ സന്തോഷം നൽകുന്ന ഒന്നാണ്, രാധിക പറഞ്ഞു.